ശ്രീ ആദികേശ്വരൻ സാറേ, ഈ ഞാൻ നേരത്തെ ചോദിച്ചത് ഈ വെൽഫെയർ സ്കീമിലൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ അവിടെ ഒരു ഡൈല്യൂഷൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ വേണ്ടിവരും. പക്ഷേ അങ്ങനെയൊന്നും ഡൈല്യൂട്ട് ചെയ്യാതെ വെൽഫെയർ സ്കീമിൽ ബാധിക്കാത്ത തരത്തിലേക്ക് ഇത് കൊണ്ടുപോകുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചോളം. അവിടെയാണ് ഈ തിരിച്ചെങ്ങനെ സർക്കാരിലേക്ക് ഈ പണം തിരികെ എത്തുന്നു എന്നത്. അതോടെ ഈ ടാക്സ് കൃത്യമാം വണ്ണം പിരിച്ചെടുക്കുക എന്നുള്ളതാണോ ലക്ഷ്യം കാണുന്നത്? കഴിഞ്ഞ വർഷം എസ്റ്റിമേറ്റ് ചെയ്ത തുകയേക്കാൾ അപ്പുറത്തേക്ക് കൂടുതലായി ലക്ഷം കോടി പിരിച്ചെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇനി സർക്കാരിന് മറ്റ് കോട്ടമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലേ സാർ? എനിക്ക് തോന്നുന്നു ഈ GST-യിലൊക്കെ അതിന് പ്രതിഫലം അല്ലേ, വരുമാനം കൂടാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടല്ലേ? അതായത് പണപ്പെരുപ്പം കൂടി കണക്കാക്കുമ്പോൾ നമ്മുടെ സമ്പദ്ഘടന എത്രത്തോളം വളരും എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ ബജറ്റിലും ഈ ബജറ്റിലും ഒരു അനുമാനം കൊടുത്തിട്ടുണ്ട്. ഈ ബജറ്റിൻ ബ്രീഫ് എന്ന് പറഞ്ഞ് വരുന്ന ആ കണക്കിന്റെ അവസാനം പറയുന്നത് നോമിനൽ ടേംസിൽ മൊത്തം നമ്മുടെ സമ്പദ്ഘടന 10% വളരും എന്നുള്ള പ്രതീക്ഷയാണ് ഗവൺമെന്റ് വെച്ച് പുലർത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിസ്ക്കൽ ധനക്കമ്മി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രൊജക്റ്റഡ് GDP വേണമെന്ന്. അപ്പൊ ആ ഭാഗത്ത് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയുടെ വലിപ്പം 324 ലക്ഷം കോടി ആയിരിക്കും മാർച്ച് 2025. മാർച്ച് 2026 ആകുമ്പോഴത്തേക്കും 356 ലക്ഷം കോടി, ഏകദേശം 10% വളർച്ച കൈവരിക്കും. അപ്പൊ അങ്ങനെ 10% വളർച്ച കൈവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടാക്സ് ഇളവുകൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നികുതിയിലും അതേപോലത്തെ വർധനവ് സർക്കാരിന് കൈവരിക്കാൻ സാധിക്കണം. നമ്മൾ ബഡ്ജറ്റിന്റെ ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മളെ ആകർഷിക്കുന്ന കാര്യം ഈ ടാക്സ് കളക്ഷൻ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഫിഗേഴ്സിന്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ ചുമ്മാ ഒരു സർക്കാരിനെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല. കാരണം കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പിലത്തെ വർഷവും സർക്കാർ എത്രയാണോ ടാക്സ് പ്രതീക്ഷിച്ചിരുന്നത് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് അതിനോട് ഏകദേശം തുല്യമായി തന്നെ കഴിഞ്ഞ വർഷം 25,50,000 മറ്റോ നമ്മൾ ബിഗ് ഫിഗർ മാത്രം എടുത്താൽ മൊത്തം നികുതി കളക്ഷൻ സർക്കാർ പ്രതീക്ഷിച്ചത് 25 ലക്ഷം കോടി ആണെങ്കിൽ ഈ വർഷം അവസാനിപ്പിക്കുമ്പോൾ സർക്കാർ വീണ്ടും കണക്കാക്കി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് 25 മാർച്ചിലേക്ക് കൊടുക്കുന്ന തുക നോക്കിക്കഴിഞ്ഞാൽ അതേ 25 ലക്ഷം കോടി ടാക്സ് വരുമാനത്തിൽ, നികുതി വരുമാനത്തിൽ സർക്കാരിന് ലഭിക്കുന്നു. അടുത്ത വർഷത്തേക്ക് അവിടെയാണ് ഈ ഇളവുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇളവുകളുടെ ആകത്തുക ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞത് 1 ലക്ഷം കോടിയോളം വരുന്ന ഇളവാണ് ഈ 12 ലക്ഷം വഴി സർക്കാരിന് കൊടുക്കാനായിട്ട് സർക്കാരിന് നഷ്ടം വരുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നികുതിയുടെ ആകത്തുക പിരിവ് കണക്കാക്കപ്പെടുന്നത് അടുത്ത ബഡ്ജറ്റിൽ 28 ലക്ഷം കോടിയാണ്. 3 ലക്ഷം കോടി കൂടുതൽ വരുമാനം നികുതി പിരിവിൽ കൂടി സർക്കാർ അനുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ടാക്സ് കളക്ഷൻ അതെ മോഹൻകുമാർ എന്ന ഒരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്നും ചോദിക്കാം. ഞാൻ എന്റെ സംശയം 12 ലക്ഷം രൂപ വരെ നികുതി ഇളവ് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ വ്യത്യസ്ത സ്ലാബുകളും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 12.5 ലക്ഷം അല്ലെങ്കിൽ ഒരു 13 ലക്ഷമാണ് വാർഷിക വരുമാനം ഒരാൾ ഉള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന റീബേറ്റ് ബാധകമാകുമോ, അല്ലെങ്കിൽ എത്രത്തോളം നികുതി അടയ്ക്കേണ്ടതായിരിക്കും എന്നുള്ളതാണ് എന്റെ സംശയം. അങ്ങയുടെ ചോദ്യത്തിന് നേരത്തെ നൽകിയ മറുപടി തന്നെയാണ് എനിക്ക് തോന്നുന്നു. വിജയകുമാർ സാർ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ. അതെ, എല്ലാവർക്കും ഉള്ള സംശയമാണ്. നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണെങ്കിൽ പോലും. അതെ, 13 ലക്ഷമാണ് ടോട്ടൽ ഇൻകം എങ്കിൽ 12 ലക്ഷം വരെ ഉള്ള 60,000 പിന്നെ 1 ലക്ഷത്തിൻ്റെ 15%. അപ്പോൾ 15,000, 60,000, 75,000 രൂപ ടാക്സ് അടയ്ക്കണം. അപ്പോൾ അങ്ങനെ ആ റീബേറ്റ് 12 ലക്ഷമാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട. റിബേറ്റ് ബാധകമല്ല. ബാധകമുള്ളൂ. അതിന് മുകളിലുള്ളതിന് 75,000 അല്ല, അത് ചെറിയ അങ്ങ് പറഞ്ഞോളൂ. അതിന് ബാധകമല്ല, റിബേറ്റ് കിട്ടില്ല. റിബേറ്റ് 60,000 രൂപ വരെ റിബേറ്റ് ഉള്ളൂ. അത് 12 ലക്ഷം വരെയാണ്. അതെ, തീർച്ചയായും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി വരുമ്പോൾ 12.75 വരെ എന്തായാലും സാലറിഡ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതെങ്ങനെയാണ് കണക്കാക്കുന്നത് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കുക സാർ. 12 ലക്ഷം, 12.75 അതിലുള്ള ഒരു കൺഫ്യൂഷൻ. അല്ല, 12.75 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറീഡ് എംപ്ലോയീസിനാണ്. ബാക്കിയുള്ളവർക്ക് അതില്ല.
സാലറിഡ് എംപ്ലോയീസിന് 75,000 ഉറുപ്പിക സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അതും കൂടി അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. ശമ്പളം ആണെങ്കിൽ മാത്രം, ശമ്പളമോ പെൻഷനാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 കിട്ടും. അല്ലാതെ ഉള്ള വരുമാനമാണെങ്കിൽ 12 ലക്ഷം. മറ്റൊരു പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, ചോദിച്ചോളൂ. സിറീഖ് ചോദിച്ചോളൂ. സിറീഖ്, ഹലോ സാർ, എന്റെ സംശയം ഇതാണ്. ഞാനൊരു പെൻഷനറാണ്. പെൻഷനറാണ്. ഇപ്പം എന്റെ പെൻഷൻ 12 lakhs മുകളിലാണെങ്കിൽ 12 lakhs പ്ലസ് 75,000 നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനോട് കൂടി 12.25 വരെ ഞാൻ ടാക്സ് കൊടുക്കണ്ട? വിജയകുമാർ സാർ, വേണ്ട. 12.25 വരെ എന്റെ പെൻഷൻ വേണ്ട 12.25 ലക്ഷം ആണെങ്കിൽ കൊടുക്കണ്ട. അപ്പൊ എന്റെ ഒരു സംശയം ഇതാണ് സാറേ, അതായത് ഇപ്പൊ നമ്മൾ സ്ലാബ് പറയുന്നല്ലോ, 4 to 8, 8 to 12 എന്ന് പറഞ്ഞ് സ്ലാബ് പറയുന്നുണ്ടല്ലോ. അപ്പം അത് ഈ 12.25 ലക്ഷം ഉള്ള സ്ലാബ് പറയുന്നുണ്ട്, ആൾക്കാർക്ക് അത് നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും. ഓ, റിബേറ്റ് ആയിട്ട്. അത് സെക്ഷൻ ഏതനുസരിച്ചാ സാറേ? സെക്ഷൻ ഏതനുസരിച്ചാ റിബേറ്റ് കിട്ടുക? ഏത് ആ റിബേറ്റ് സെക്ഷൻ ഏതനുസരിച്ചാണ് എനിക്ക് കിട്ടുക? 87. ഓക്കെ 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 സാറേ, താങ്ക് യു. തീർന്നു കാണുമെന്ന് മനസ്സിലാക്കുന്നു. ആളുകളുടെ ഒരു ആശയക്കുഴപ്പമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാലറീഡ് ആണെങ്കിൽ 12 ലക്ഷവും പ്ലസ് 75 നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. സാലറീഡ് അല്ലാത്ത വരുമാനമാണെങ്കിൽ 12 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് നികുതി ഇളവ്. അതിനുശേഷം 12 ലക്ഷത്തിന് മുകളിലാണ് വരുമാനമെങ്കിൽ 4 ലക്ഷം മുതൽ നിങ്ങളുടെ നികുതി കണക്കാക്കുമെന്നതാണ്. അതപ്പോൾ ഒരു കുറച്ച് കൂടുതലാണെങ്കിൽ പോലും പിന്നെ നിങ്ങൾക്ക് 12-ന് മുകളിലാണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട പണം ഒരുപക്ഷെ അടയ്ക്കേണ്ടി വരും. പക്ഷേ വലിയ തോതിൽ ജനങ്ങൾക്ക് ആശ്വാസകരമായ തീരുമാനം. ആദികേശൻ സാർ നമ്മളെ 24 ലക്ഷത്തിന് മുകളിലേക്ക് വരുമ്പോൾ 30% അടയ്ക്കുമ്പോൾ എല്ലാ സ്ലാബിന്റെ കാര്യത്തിലും, അതായത് ഈ പറയുന്ന 12 ലക്ഷം വരെയുള്ള റിലാക്സേഷൻ അപ്പുറത്തേക്ക് ബാക്കി അടയ്ക്കുന്നവർക്കും മുൻകാലങ്ങളിലേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ഗുണം ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിലൂടെ ലഭ്യമാകുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ പെൻഷനേഴ്സിന്റെ കാര്യം, അവർക്ക് 50,000 എന്നത് 1 ലക്ഷത്തിൽ കൂടി വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം ഗുണഭോക്താക്കൾക്ക് മേന്മയുണ്ടാകുന്നുണ്ട്? കഴിഞ്ഞ വർഷം 15 ലക്ഷത്തിൽ കൂടുതലുള്ളതിനാണ് 30% അടച്ചിരുന്നത്. അതിപ്പം ഇത്രയും 24 ലക്ഷമായില്ലേ, വലിയൊരു ഇൻക്രീസ് ആണല്ലോ. ആദിയേശൻ സാർ കൂടി, പൊതുവെ ഈ ബജറ്റ് ഉണ്ടാക്കുന്ന സാമ്പത്തിക രംഗത്ത് സാധാരണക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റം, അത് പ്രതിഫലിക്കാൻ പോകുന്ന വരും ദിനങ്ങളിൽ ഏതൊക്കെ മേഖലയെ അത് സ്വാധീനിക്കും? അതായത് ഈ നികുതി ഇളവ് കൂടാതെ ബഡ്ജറ്റിന്റെ തോത് വർദ്ധിപ്പിച്ചത് വഴി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഗവൺമെന്റ് മൊത്തത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷം എത്ര ചെലവാക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണല്ലോ ബഡ്ജറ്റിന്റെ തോത്. അപ്പം 47 ലക്ഷം കോടി ചെലവാക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു 24-25 വർഷത്തിൽ. അത് ഏകദേശം ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഏകദേശം 47 ലക്ഷം കോടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നു. അതിന്റെ തോത് 25-26 50 ലക്ഷം കോടിയായിട്ട് വർദ്ധിപ്പിച്ചു ബഡ്ജറ്റിന്റെ തോത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സർക്കാരിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി നീക്കിയിരിക്കുന്ന തുക ഗണ്യമായിട്ട് തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് സാധിച്ചു. അതിനോടൊപ്പം ഈ നികുതി ഇളവുകൾ, ക്രയശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ള കുറേ നീക്കങ്ങൾ, അതേപോലെ കാർഷിക ചെറുകിട ഇടത്തരം സൂക്ഷ്മ MSME കാര്യം നമ്മളിവിടെ പരാമർശിച്ചില്ല. അതിൻ്റെ ലിമിറ്റ് 2.5 മടങ്ങ് കൂട്ടി ഉള്ള നിർദ്ദേശം ഈ ഇതിലുണ്ട്, ബഡ്ജറ്റിലുണ്ട്. അതായത് MSME സെക്ടറിന് വേണ്ടിയിട്ട് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് പെർമിസിബിൾ ആയിട്ട് അലോഡ് ആയിട്ടുണ്ടായിരുന്നത് 50 കോടിയായിരുന്നു. മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള പരിധി ആ 50 കോടി 125 കോടിയായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൂടുതൽ യൂണിറ്റുകൾക്ക് ഈ MSME സെക്ടർ ഡെഫിനിഷന്റെ അകത്ത് വരാൻ സാധിക്കുകയും MSMEക്ക് കൊടുക്കുന്ന ലോൺസ് എല്ലാം വായ്പയെല്ലാം മുൻഗണന വായ്പകളായിട്ട് പ്രയോറിറ്റി സെക്ടർ ലോൺസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത് കൊണ്ട് വായ്പ ക്രമീകരണം MSME സെക്ടറിന് വേണ്ടി കുറച്ചുകൂടി അധികം ബാങ്കുകൾക്ക് കൊടുക്കാൻ സാധിക്കും.
അതിനോടൊപ്പം ഗ്യാരണ്ടി സ്കീംസും അതും വളരെ പ്രധാനപ്പെട്ട നടപടിയാണ്. ഈടില്ലാതെ ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്ന വായ്പയുടെ പരിധി 5 കോടിയായിരുന്നത് 10 കോടിയായിട്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, സ്റ്റാർട്ടപ്സിന് ഗ്യാരണ്ടി സ്കീം ഉണ്ടായിരുന്നത് നേരത്തെ 10 കോടിയാണ് വായ്പാ പരിധിയെങ്കിൽ ഈ ബജറ്റിലെ നിർദ്ദേശം അനുസരിച്ച് 10 കോടി വർദ്ധിപ്പിച്ച് 20 കോടിയായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഫൈൻ പ്രിന്റ് വായിക്കുമ്പോൾ പോരായ്മകൾ നമുക്ക് ചിലപ്പോൾ പ്രകടമായിട്ട് കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷെ മൊത്തത്തിൽ ഒബ്ജക്റ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നു, ആൾക്കാർക്കുള്ള ഇളവുകൾ പ്രഖ്യാപിക്കുന്നു, കർഷകർക്ക് MSME സെക്ടറിന് അതുപോലെ ഗ്രാമീണ മേഖലയ്ക്കുള്ള നീക്കിയിരിപ്പ്, ഇതെല്ലാം കാര്യമായിട്ട് തന്നെ വലിയ ഒരു കുറ്റം പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള നീക്കിയിരിപ്പ് അല്ല. എല്ലാത്തിനും ആവശ്യാനുസരണമുള്ള നീക്കിയിരിപ്പ് നടത്തിക്കൊണ്ട് ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് സർവതല സ്പർശിയായിട്ട് ഈ സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നടപടിയായിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ടാണ് ഞാൻ ഈ ബഡ്ജറ്റിനെ ഇപ്പോൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അദ്ദേഹം പറഞ്ഞത്. തിരക്ക് പിടിച്ച ദിവസമാണെന്ന്, കാരണം സാമ്പത്തിക മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ, എന്തായാലും അതിനൊക്കെ അദ്ദേഹം ഉള്ള സമയത്തിൽ മറുപടി നൽകി. വളരെയധികം നന്ദി ശ്രീ ആദികേശവൻ സാർ.